ശ്രീനാരായണീയരെ. അങ്ങനെ നമ്മുടെ നാണു ഉപരിപഠനത്തിനായി വാരണപ്പള്ളി ഭവനത്തിലെത്തിച്ചേർന്നു. വാരണപ്പള്ളി ഭവനമോ അന്ന് വളരെയധികം പ്രതാപവും പാരമ്പര്യവും പ്രശസ്തിയും സമ്പത്തുമെല്ലാം വേണ്ടുവോളമുണ്ട്. ഇതുകൂടാതെയോ ദാനധർമാദികളിലും സൽക്കർമ്മങ്ങളിലെല്ലാം പേരുകേട്ട തറവാടാണ്. ആ തറവാടിന് ചുറ്റുമായിട്ട് ഫലവൃക്ഷാദികളും വൃക്ഷങ്ങളും എല്ലാം തിങ്ങി നിറഞ്ഞു നിന്നിരുന്നു. ഇതെല്ലാം വളരെ ഒരു കിരീട ശോഭയോടെയാണ് നിലകൊണ്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നാണുവിന് ഇതെല്ലാം ഇഷ്ടമായി. വളരെയധികം താല്പര്യത്തോടെയാണ് അദ്ദേഹം അവിടുത്തെ വിശേഷങ്ങളെല്ലാം അറിയുകയും പഠിക്കാനും ഒക്കെ വളരെയധികം താല്പര്യം കാണിച്ചു. മറ്റുള്ള കുട്ടികളൊക്കെ പഠനം കഴിഞ്ഞ് കളികളിലൊക്കെ ഏർപ്പെടും. അപ്പോൾ ഒന്നും നാണുവിന് അതിനൊന്നും നേരമില്ല. നേരത്തെ തന്നെ പഠനകാര്യങ്ങളെല്ലാം പഠിച്ച ശേഷം വളരെ അടക്കവും ഒതുക്കവും മിതത്വവും ഭക്തിയും ഗുരുത്വവും അതുപോലെ വളരെ സൗമ്യമാർന്ന പെരുമാറ്റവും ശുദ്ധിയും എല്ലാം എല്ലാവരിലും വളരെയധികം മതിപ്പ് ഉളവാക്കി. അതുപോലെ കൊച്ചുകൃഷ്ണ പണിക്കരാണെങ്കിലോ തന്നെ നേരിട്ട് ചെന്നാണ് നാണുവിൻ്റെ താമസത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു. അതുപോലെ ആരെയും ആകർഷിക്കുന്ന ഒരു വൈശിഷ്ടമാർന്ന വ്യക്തിത്വമാണ് നാണുവിൽ പ്രകടമായിരുന്നത്. വാരണപ്പള്ളി തറവാട്ടിലുള്ള ആരെങ്കിലും വന്ന് ഓർത്ത് കാണുമോ, ഇതുപോലൊരു അവതാര പുരുഷനെയാണ് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത്, നമ്മൾ പഠിപ്പിക്കുന്നത്, അതിനുള്ളൊരു അവസരമാണ് നമുക്ക് ഒരുങ്ങിയിരിക്കുന്നത് എന്ന് അന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. സന്ധ്യാസമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ നാണു തനിയെ പോയിരുന്ന് ഒന്നെങ്കിൽ മകൾ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കും, അല്ലെങ്കിൽ ഒരു തന്നെ ഏകാഗ്രത ചിത്തയോടെ എന്തോ ഒരു ദിവാസ്വപ്നത്തിൽപ്പെട്ട പോലെ ഇരിക്കും. വളരെ ചിന്തയിലാണ്. അങ്ങനെ വയൽവാരത്ത് നിന്നും വന്ന നാണു ഒരു സാധാരണ കുട്ടിയല്ലെന്നും മറ്റുള്ളവർ കളികളിലും മറ്റും ഏർപ്പെടുമ്പോൾ നാണു എപ്പോഴും ചിന്തയിൽ ആണ്ടിരിക്കുന്നെന്നും എപ്പോഴും വിശ്രമവും ഒരു നോട്ടത്തിലും സംസാരത്തിലുമൊക്കെ മറ്റുള്ളവരെ പോലെ അല്ലെന്ന് ഗുരുവൊക്കെ മനസ്സിലാക്കി. ആ തറവാട്ടിലെ അമ്മ വന്ന് പറഞ്ഞു, ഈ കുട്ടിയെ കണ്ടോ, മറ്റു കുട്ടികളെ പോലെയല്ല, വലിയൊരു ആവേശമോ അല്ലെ ഭക്ഷണത്തിനോടൊരാർത്തിയോ അങ്ങനെ ഒന്നുമില്ല, ഒന്നിനോടും ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ല, എപ്പോഴും പ്രസന്നത, ഭക്തി, വിശ്വാസം, ഇതൊന്നും മറ്റു കുട്ടികളിൽ കാണാത്ത എന്തൊക്കെയോ പ്രത്യേകതകൾ ഞാൻ ഈ കുട്ടിയിൽ കാണുന്നു. അങ്ങനെ വാരണപ്പള്ളിയിൽ താമസമായിട്ട് അധിക നാളായില്ലെങ്കിലും ഓരോ അംഗത്തിനും നാണുവിനെക്കുറിച്ച് പറയുവാൻ ഏറെയുണ്ട്. ആ വിശേഷങ്ങൾ അങ്ങനെ എല്ലാ ദിവസവും നീണ്ടുപോകുന്നു.